പറയാൻ പോകുന്നത് IoTയുടെ മൊഡ്യൂൾ 3 ആണ്. അതിനകത്തിൽ നമ്മൾ ഓരോ പ്രോട്ടോക്കോൾസിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെ ഫിസിക്കൽ ലെയറിലെയും മാക് ലെയറിലെയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് അതിനകത്തിൽ പറയാൻ പോകുന്നത് IEEE 802.15.4. ഇതെന്തായിരുന്നടാ, നമ്മൾ അതിനകത്തിൽ പഠിച്ച ഒരു വയർലെസ് ആക്സസ് ടെക്നോളജി ആയിരുന്നു. LRWPAN ആയിരുന്നു. എന്ത് 802.15.4 നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഡേറ്റ ലിങ്ക് ലെയറിലെ പ്രോട്ടോക്കോൾസിനകത്ത് നോക്കിയില്ലായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് IEEE 802.15.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു വയർലെസ് അക്സസ് ടെക്നോളജിയാണ്. ഫസ്റ്റ് പോയിന്റ് അറിയാമല്ലോ അത് നമുക്ക്. പിന്നെ ലോ കോസ്റ്റ് ആണ്, ലോ ഡേറ്റ റേറ്റ് ആണ്. ലോ ഡേറ്റ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതല്ലേ നമ്മൾ പറഞ്ഞ LRWPAN, ലോ റേറ്റ് വയർലെസ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ലോ ഡേറ്റ റേറ്റ് ആണ് അതിനകത്തിലുള്ളത്. ലോ പവറാണ്, ലോ ഡേറ്റ റേറ്റ് ആണ്. അതെന്തിലാണ് റൺ ചെയ്യുന്നത്? ബാറ്ററീസിലാണ് റൺ ചെയ്യുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? IEEE 802.15.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർലെസ് അക്സസ് ടെക്നോളജിയാണ്. ലോ കോസ്റ്റും ലോ ഡേറ്റ റേറ്റും ആണ് അതിന് വരുന്നത്. ലോ പവർ ഡിവൈസസ് ആണ്. ബാറ്ററീസ് യൂസ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. AC ഇൻസ്റ്റാളേഷൻ, നമുക്ക് പെട്ടെന്ന് തന്നെ ആ സാധനം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും. മെയിൻലി എന്തുവാ, ഇത് സിമ്പിൾ ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ, സിമ്പിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. ഇനിയും ഇവിടെ നമ്മൾ മെയിൻലി എവിടൊക്കെയാണ് ഇതിനെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്? ഹോം ആൻഡ് ബിൽഡിംഗ് ഓട്ടോമേഷനിൽ ചെയ്തിട്ടുണ്ട്. ഓട്ടോണമസ് നെറ്റ്വർക്ക്സുകളിൽ, ഇൻഡസ്ട്രിയൽ വയർലെസ് സെൻസർ നെറ്റ്വർക്കിൽ, അതായത് വീടുകളിലെ ഓട്ടോണമസ് നെറ്റ്വർക്കുകളിൽ, ഇൻഡസ്ട്രീസിൽ, പിന്നെ ഇൻട്രാക്റ്റീവ് ടോയ്സിൽ, റിമോട്ട് കൺട്രോൾസിലൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്രോട്ടോക്കോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മെയിൻ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇത് ചോദിക്കും, 3 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡ്രോബാക്സ് ഓഫ് IEEE 802.15.4? ഫസ്റ്റ്, ലാക്ക് ഓഫ് മാക് റിലയബിലിറ്റി. മാക് റിലയബിലിറ്റി കുറവാണ്, ലാറ്റൻസി കുറവാണ്, സസെപ്റ്റബിൾ ടു ഇൻ്റർഫറൻസ് ആൻഡ് മൾട്ടിപാത്ത് ഫെയ്ഡിങ്. ഇത് ഇത്രയാണ് എന്ത്, ഇതിൻ്റെ ഡ്രോബാക്സ്. എന്തൊക്കെയാണ് 3 ഡ്രോബാക്സ് പറഞ്ഞത്? ലാക്ക് ഓഫ് മാക് റിലയബിലിറ്റി, അൺബൗണ്ടഡ് ലേറ്റൻസി ആൻഡ് സസെപ്റ്റബിൾ ടു ഇൻ്റർഫറൻസ് ആൻഡ് മൾട്ടിപാത്ത് ഫെയ്ഡിങ്. നമ്മളപ്പം ഇതിനകത്തിലെ ഈ ലിമിറ്റേഷൻസ് ഒക്കെ ഇങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതിയോ? പോരാ. നമ്മൾ അതിനെന്ത് ചെയ്യും? ഓരോ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ ലിമിറ്റേഷൻസിനെ എല്ലാം കളയാനായിട്ട് നോക്കും. അപ്പോൾ ഇതിനകത്തിലെ മാക് റിലയബിലിറ്റിയുടെ പ്രശ്നം, ലാക്ക് ഓഫ് മാക് റിലയബിലിറ്റി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ, അതിനെ നമ്മൾ കവർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് CSMA CA ടെക്നിക്ക്. CSMA ടെക്നിക്ക് എന്തായിരുന്നു? CSMA ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഓരോ ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അത് വരുന്നത്. നമ്മൾ മാക് റിലയബിലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ട് അവിടെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇൻ്റർഫറൻസ് ആൻഡ് മൾട്ടിപാത്ത് ഫെയ്ഡിങ്ങിനെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഹൂപ്പിംഗ് ടെക്നിക്ക് വെച്ചിട്ട്. CSMA CMA ഒക്കെ നമ്മൾ മാക് റിലയബിലിറ്റി, CSMA CA ഒക്കെ വെച്ചിട്ടാണ് മാക് റിലയബിലിറ്റി കളയുന്നത്. അതേപോലെ തന്നെ ഇൻ്റർഫറൻസ് ആൻഡ് മൾട്ടിപാത്ത് ഫെയ്ഡിങ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? ഫ്രീക്വൻസി ഹൂപ്പിംഗ് ടെക്നിക്ക് വെച്ചിട്ട്. ഇനിയും നമുക്ക് ഈ 802.15.4ൻ്റെ ഫിസിക്കൽ ലെയറിനെ പറ്റിയും മാക് ലെയറിനെ പറ്റിയാണ് പറയാനുള്ളത്. നമുക്ക് ഇതിൻ്റെ സിഗ്ബിയുടെ അങ്ങനെ 2-3 എണ്ണത്തിൻ്റെ ഫിസിക്കൽ ലെയറും മാക് ലെയറിനെ പറ്റി പഠിക്കാനുണ്ട്. അതാണ് ഈ ഒരു മൊഡ്യൂൾ മെയിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് ഫിസിക്കൽ ലെയറിൻ്റെ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.4 ടു സബ് GHz. 2.4 ടു സബ് GHz ആണ് എന്ത്, അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്. പിന്നെ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മുടെ ഒറിജിനൽ IEEE 802.15.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഫിസിക്കൽ ഓപ്ഷൻസ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണ്? 3 ഫിസിക്കൽ ഓപ്പറേഷൻസ് ആയിരുന്നു അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഓപ്പറേഷൻസ് ആണ് ഇതിനകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്മിറ്റർ ഓപ്പറേഷൻസ് ഫെയർ 2.4 GHz 16 ചാനൽ 250 kbps, 915 MHz 10 ചാനൽ 40 kbps, 868 MHz 1 ചാനൽ 20 kbps. ഇത് എഴുതണം. ഫിസിക്കൽ ഡിസൈൻ ചോദിക്കുമ്പോൾ ഇതാണ് മെയിനായിട്ട് വരേണ്ടത്. അതായത് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് അതിനകത്തിൽ 3 ഓപ്ഷൻസ് ആയിരുന്നു ഫിസിക്കൽ ലെയറിൽ ഉണ്ടായിരുന്നത്. ആ 3 ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? 2.4 GHz 16 ചാനൽ, 2.4 GHz 16 ചാനൽ 250 kbps. പിന്നെ ഇവിടുത്തെ മെഗാഹെഡ്സ്, ഇവിടുത്തെ ഇത് കുറഞ്ഞു വരുക, ഫ്രീക്വൻസിയും കുറഞ്ഞു വരും, ചാനലിൻ്റെ എണ്ണവും കുറഞ്ഞു വരും, അതേപോലെ തന്നെ ഡേറ്റ റേറ്റും കുറഞ്ഞു വരും. 2.4 16 250, പിന്നെ 915 10 40, പിന്നെ 868 1 ചാനൽ 20 kbps. അത്രയാണ് വരുന്നത്. ഇതായിരുന്നു എന്ത്, തുടക്കത്തിൽ നമ്മുടെ ഫിസിക്കൽ ലെയറിലുണ്ടായിരുന്ന ഓപ്ഷൻസ്.
ഇനിയും നമ്മൾ പിന്നെ പുതിയതായിട്ട് കുറച്ച് ഓപ്ഷൻസ് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓപ്പറേഷൻസ് ആണ് OQPSK, BPSK ആൻഡ് ASK എന്നാണ്. OQPSK, BPSK ആൻഡ് ASK. ഓരോന്നിനെയും പറ്റി പറയുക. OQPSK എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓഫ്സെറ്റ് ക്വാഡ്രേച്ചർ ഷിഫ്റ്റ് കീയിങ് ആണ് OQPSK എന്ന് വെച്ച് കഴിഞ്ഞാൽ. 4 യുണീക്ക് ബിറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, 4. ഇനി BPSK എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്. അത് BPSK മോഡുലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ 2 യുണീക്ക് ഫേസ് ഷിഫ്റ്റുകളാണ് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ 2 യുണീക്ക് വാല്യൂസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അടുത്തത് ASK മോഡുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങും BPSKയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ അതിനകത്തിൽ എംപ്ലോയ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിൻ്റെ ഫ്രെയിം ഫോർമാറ്റ്. ഫിസിക്കൽ ലെയറിൻ്റെ IEEE 802.15.4ൻ്റെ ഫിസിക്കൽ ലെയറിൻ്റെ ഫ്രെയിം ഫോർമാറ്റാണിത്. ഫസ്റ്റ് ബിറ്റ് എന്തൊക്കെയാണ് വരുന്നത്? പ്രിയാമ്പിൾ. ഫസ്റ്റ് ബിറ്റ് എന്താ വരുന്നത്? പ്രിയാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനം തുടങ്ങുമ്പോൾ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട്. അതാണ് എന്തിൽ ഉദ്ദേശിക്കുന്നത്? പ്രിയാമ്പിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയാമ്പിൾ കഴിഞ്ഞു. ഇത് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്ന ഒരു കോളമാണ് എന്ത്? സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റർ. അതാണ് മെയിൻ ഹെഡർ. ഓക്കെ, ഇനിയും വരുന്നത് ഫ്രെയിം ലെങ്ത്, ഫിസിക്കൽ ഹെഡർ. അതായത് അതിനകത്തിൽ എന്താണ് നമ്മുടെ ഫ്രെയിമിൽ എത്ര ഡേറ്റ ബിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യമാണ് എന്ത് പറയുന്നത്? ഫ്രെയിം ലെങ്ത് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഫിസിക്കൽ ഡിവൈസ് ഡേറ്റ യൂണിറ്റ്, PSDO. അവിടാണ് നമ്മൾ ഡേറ്റാസ് എല്ലാം ഇതാക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? ഫസ്റ്റ് പ്രിയാമ്പിൾ, സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റർ, ഫ്രെയിം ലെങ്ത്, PSDO യൂണിറ്റ്. ഓരോന്നിനെയും പറ്റി പറയാം. പ്രിയാമ്പിൾ എത്ര ബിറ്റാണ്? 32 ബിറ്റ്, അതായത് 4 ബൈറ്റ്. അത് നമ്മുടെ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഫ്രെയിം. എന്താണ് ഫ്രെയിം സ്റ്റേറ്റ്? അതിൻ്റെ കറക്റ്റ് സ്റ്റേറ്റ് എന്നായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തുടങ്ങുന്ന ടൈമിൽ. സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ദ ഫ്രെയിം കണ്ടൻസ് വിൽ സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദിസ് ബൈറ്റ്. ഈ ഒരു ബൈറ്റ് കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ ഫ്രെയിം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യമാണ് എന്തിൽ പറയുന്നത്? സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്ററിനകത്തിൽ പറയുന്നത്. പിന്നെ ഫ്രെയിം ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ PSDOനകത്തിൽ എത്ര ടോട്ടൽ ഡേറ്റ ഉണ്ട്, എത്രയാണ് ടോട്ടൽ അതിനകത്തുള്ള സ്പേസ് എന്നാണ് ഫ്രെയിം ലെങ്ത് പറയുന്നത്. പിന്നെ PSDO എന്ന് വെച്ച് കഴിഞ്ഞാൽ പേലോഡാണ്. ഓക്കെ, അതായത് അതിലെ കണ്ടൻറ്റ് ഡേറ്റാസ് അത് 127 ബൈറ്റ്. ഓക്കെ, ഇനിയും ഈ ഫിസിക്കൽ ലെയറിൻ്റെ ഒരു പ്രശ്നത്തിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ PSDOൻ്റെ മാക്സിമം സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 127 ബൈറ്റ്സ് ആണ്. ശരിക്കും ഈ PSDO എന്താണ് ചെയ്യുന്നത്? നമ്മുടെ മാക് ലെയറിലെ ഡേറ്റാസിനെയാണ് നമ്മൾ ഇതിനകത്തിലോട്ട്, ഈ മാക് ലെയർ അല്ല, IPv6നകത്തിലെ ഡേറ്റാസാണ്, അതിലെ സ്റ്റാക്ക് മെമ്മറിയിലുള്ള ഡേറ്റാസാണ് നമ്മൾ ഇതിനകത്തിലോട്ട് എടുക്കുന്നത്. അപ്പോൾ ശരിക്കും അതിനകത്തിലെ ഡേറ്റാസ് വരുമ്പം നമ്മുടെ IPv6 പാക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1028 ബൈറ്റ്സ് ആണ് ഓരോ പാക്കറ്റുകളും. അപ്പോൾ ഒരു പാക്കറ്റിനെ നമ്മൾ ഈ PSDOയിലോട്ടാക്കുന്ന ടൈമിൽ PSDO എത്ര യൂണിറ്റ് മാത്രമേ അതിൽ അക്കമ്പനി ചെയ്യാൻ പറ്റത്തുള്ളൂ? 127 മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്തെടുക്കും? ഈ 1028 ബൈറ്റ്സിനെ ഫ്രാഗ്മെൻറ്റ്സ് ആക്കും. എന്നിട്ട് ആ ഫ്രാഗ്മെൻറ്റേഷൻ ചെയ്ത സാധനങ്ങളെയാണ് നമ്മൾ പിന്നെ എന്തിലോട്ടാക്കുന്നത്? ഈ PSDO യൂണിറ്റിനകത്തിലോട്ടാക്കുന്നത്. എന്താ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ IPv പാക്കറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1028 ബൈറ്റ്സ് ആണ്. പക്ഷേ നമ്മുടെ PSDO യൂണിറ്റിൽ എത്ര മാത്രമേ നമുക്ക് അക്കമ്പനി ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? 127 ബൈറ്റ്സ് മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ IPv6 പാക്കറ്റ്സിലെ ഡേറ്റാസിനെ പല ഫ്രാഗ്മെൻറ്റ്സ് ആക്കും. എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് അതിനെ PSDO യൂണിറ്റിലോട്ട് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അത്രയാണ് നമ്മുടെ ഇതിൻ്റെ ഫിസിക്കൽ ലെയറിനെ പറ്റി പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ മാക് ലെയറിനെ പറ്റി പറയാം. മാക് ലെയറിൽ എന്താണ് പറയുന്നത്? ഷെഡ്യൂളിംഗ് ആൻഡ് റൂട്ടിംഗ് ഓഫ് ഡേറ്റ ഫ്രെയിംസ് ആണ് എവിടെ നടക്കുന്നത്? മാക് ലെയറിൽ നടക്കുന്നത്. ഇത് ചാനൽസിനെ എല്ലാത്തിനെയും ഐഡൻറ്റിഫൈ ചെയ്ത് അലോക്കേറ്റ് ചെയ്യും. CSMA ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് മാക് ലെയർ വന്നുകൊണ്ടിരുന്നത്. മറ്റേത് ഏതൊക്കെയായിരുന്നടാ? CDMA ആയിരുന്നു അതിനകത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടെക്നിക്ക്. പിന്നെ ഇത് കണ്ടോ, 2.42 sub-GHz 3 ട്രാൻസ്മിറ്റർ ഓപ്പറേഷൻസ് ആയിരുന്നു ഉള്ളത്. പിന്നെ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് QPSK, BPSK, ASK ആയിരുന്നു. ഫ്രെയിം ഫോർമാറ്റ് നമ്മൾ നോക്കി. ഇതിനകത്തിൽ ഏത് ടെക്നിക്കാണ്? CSMA ടെക്നിക്കാണ് അതിനകത്തിൽ വരുന്നത്. മാക് ലെയർ
പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള പല ഡേറ്റ ഫ്രെയിംസ് ഉണ്ട്. മെയിൻലി 4 ഡേറ്റ ഫ്രെയിംസ് ഉണ്ട് നമ്മുടെ മാക് ലെയറിൽ. അതിനനുസരിച്ചാണ് നമ്മുടെ ഈ ഒരു ലെയർ വർക്ക് ചെയ്യുന്നത്. ഏതൊക്കെയാണ് നമ്മുടെ ലെയർ വരുന്നത് അല്ലെങ്കിൽ ഫ്രെയിംസ് വരുന്നത്? ഡേറ്റ ഫ്രെയിം ഉണ്ട്, ബീക്കോൺ ഫ്രെയിം ഉണ്ട്, അക്നോളജ്മെൻറ്റ് ഫ്രെയിം ഉണ്ട്, മാക് കമാൻഡ് ഫ്രെയിം ഉണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞ്? ഡേറ്റ ഫ്രെയിം, ബീക്കോൺ ഫ്രെയിം, അക്നോളജ്മെൻറ്റ് ഫ്രെയിം, മാക് കമാൻഡ് ഫ്രെയിം. ഡേറ്റ ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ട്രാൻസ്ഫറിനെയാണ് ഇതിനകത്തുള്ള ഡേറ്റ ഫ്രെയിമിൽ ഹാൻഡിൽ ചെയ്യുന്നത്. ബീക്കോൺ ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീക്കോൺസ്, നമ്മുടെ ബീക്കോൺസിനെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അക്നോളജ്മെൻറ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ നടന്നോ ഇല്ലയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അക്നോളജ്മെൻറ്റ് ഫ്രെയിമിൽ ചെക്ക് ചെയ്യുന്നത്. മാക് കമാൻഡ് ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഡിവൈസിലെ കമ്മ്യൂണിക്കേഷനൊക്കെ ആയിരിക്കും ആ ഒരു സമ്മിന് ഹെൽപ്പ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞ്? ഡേറ്റ ഫ്രെയിം, ബീക്കോൺ ഫ്രെയിം, അക്നോളജ്മെൻറ്റ് ഫ്രെയിം ആൻഡ് മാക് കമാൻഡ് ഫ്രെയിം. ഇനി അതിൻ്റെ ഫ്രെയിം ഫോർമാറ്റ്, നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം ഫോർമാറ്റ് ഫിസിക്കൽ ലെയറിൻ്റെ ആണ് നോക്കിയത്. 802.15.4 പ്രിയാമ്പിൾ ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് ഓഫ് ഫ്രെയിം ഡീലിമിറ്റർ ഉണ്ടായിരുന്നു, ഫ്രെയിം ലെങ്ത് ഉണ്ടായിരുന്നു, PHY സർവീസ് ഡേറ്റ ഉണ്ട്, അതായത് PSDU യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തിൻ്റെ ഫ്രെയിം ഫോർമാറ്റാണ്? മാക് ലെയറിൻ്റെ ഫ്രെയിം ഫോർമാറ്റാണ്. ഫസ്റ്റ് നമ്മുടെ ഈ താഴത്തേത് നമ്മുടെ PSDU തന്നെ. അതിൽ PSDU കണ്ടൻ്റാണ് നമ്മൾ മാക് ലെയറിൽ ഒന്നുകൂടി ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്രെയിം കൺട്രോൾ, സീക്വൻസ് നമ്പർ, അഡ്രസ്സിങ് ഫീൽഡ്, ഫ്രെയിം പേലോഡ്, ഫ്രെയിം ചെക്ക് സീക്വൻസ്. അതായത് ഫ്രെയിം കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോടാ? എന്താണ് നമ്മളിവിടെ പറഞ്ഞു നമുക്ക് 4 ടൈപ്സ് ഓഫ് ഫ്രെയിം ഉണ്ടത്. ഇതിലേത് ഫ്രെയിം വരണം എടുക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നതാണ് ആര്? ഫ്രെയിം കൺട്രോൾ. സീക്വൻസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രാമത്തെ സീക്വൻസ് ആണ് നമ്മുടെ സാധനം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അഡ്രസ്സിങ് ഫീൽഡ്സ് 4 എണ്ണം ഉണ്ട്. ഡെസ്റ്റിനേഷൻ ഐഡൻറ്റിഫയർ, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, സോഴ്സ് ഐഡൻറ്റിഫയർ ആൻഡ് സോഴ്സ് അഡ്രസ്സ്. ഫസ്റ്റ് നമുക്ക് ഡെസ്റ്റിനേഷനും വേണം, സോഴ്സും വേണം അഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. സോഴ്സും എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. അതാണ് ആ ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഫ്രെയിം പേലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബിറ്റ്സ് അത് വേരിയബിളാണ്, അത് നമുക്ക് എത്ര വേണമെങ്കിലും ആവാം. പിന്നെ ലാസ്റ്റിൽ ഫ്രെയിം ചെക്ക് സീക്വൻസ്, എററൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഫ്രെയിം ചെക്ക് സീക്വൻസ്. കണ്ടോ? ഫ്രെയിം കൺട്രോൾ ഏത് ടൈപ്പാണ് ഫ്രെയിം എന്നുള്ളതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്നത്. സീക്വൻസ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് ദ ഐഡൻറ്റിഫയർ എത്രാമത്തെയാണ് വരുന്നത്. അഡ്രസ്സിംഗ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സിൻ്റെ ഡെസ്റ്റിനേഷനും ഏതൊക്കെയാണെന്ന് കറക്റ്റ് സ്പെസിഫൈ ചെയ്യും. മാക് പേലോഡ് വേരി ചെയ്യും, അത് നമ്മുടെ എന്താണ് ഡേറ്റ അതിലുള്ളതെന്നാണ് കാണിക്കുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഫ്രെയിം ചെക്ക് സീക്വൻസ് ആണ്. അത് നമ്മുടെ എററൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുവാണ് അതിൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഉണ്ട്, അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് നമ്മൾ എന്താക്കും? ഹൈപ്പർ ടെക്സ്റ്റ് ആക്കും. എന്നിട്ട് അതിനെ ഡീക്രിപ്ഷൻ ചെയ്ത് നമ്മൾ വീണ്ടും എന്തിലോട്ടാക്കും? പ്ലെയിൻ ടെക്സ്റ്റിലോട്ടാക്കും. സെക്യൂരിറ്റി, എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ പ്രോസസ്സ്, അത് അത്രയേ ഉള്ളൂ. അത് വെറുതെ എഴുതി വെച്ചാൽ മതി. അത് അങ്ങനെ ഇതിൻ്റെ കൂട്ടത്തിൽ ഓൾസോ എക്സ്പ്ലെയിൻ ദ സെക്യൂരിറ്റി സീക്വൻസ് എന്ന് മറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? ജസ്റ്റ് ഈ ഒരു ഡയഗ്രാം കൂടെ വരച്ചങ്ങ് എഴുതി വെച്ചിരുന്നാൽ മതി, എൻക്രിപ്ഷൻ ആൻഡ് ഡീക്രിപ്ഷൻ്റേത്.